നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിയുകയാണ്. DMKയെ പരാജയപ്പെടുത്തി അധികാരം പിടിച്ചടക്കാൻ അല്ലെങ്കിൽ അധികാരം തിരിച്ചു പിടിക്കാനാണ് പ്രതിപക്ഷമായ അണ്ണാ DMK ശ്രമിക്കുന്നത്. പക്ഷേ അണ്ണാ DMK ഈ 2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി NDA മുന്നണിയിലേക്ക് വരികയും BJPയുമായി വീണ്ടും സഖ്യത്തിലാവുകയും ചെയ്തിരിക്കുന്നു. ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അണ്ണാ DMKയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന അണ്ണാമലയും തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് സഖ്യത്തിന് തടസ്സമായി അന്ന് നിന്നിരുന്നത്. കേന്ദ്ര നേതൃത്വം ഇടപെട്ട്, അമിത്ഷാ ഇടപെട്ട് അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും തുടർന്ന് അണ്ണാ DMKക്ക് NDAയിലേക്ക് പ്രവേശനത്തിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുകയുമായിരുന്നു. ഈ NDA രൂപീകരിച്ചതിന് ശേഷവും BJP അണ്ണാ DMK ബന്ധം അത്ര സുഖകരമായിട്ടല്ല മുന്നോട്ട് പോയത്. അതായത് 2026 അണ്ണാ DMK അല്ലെങ്കിൽ NDA സഖ്യ സർക്കാർ ഉണ്ടാകും എന്ന് അമിത്ഷാ തമിഴ്നാട്ടിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇത് തീർച്ചയായും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ ഒരു ആവേശമുണ്ടാക്കാനും അല്ലെങ്കിൽ DMKക്കെതിരെ ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ ഉപയോഗപ്പെടുത്താനും ഒക്കെയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ NDA എന്ന ഒരു സഖ്യം അവിടെ രൂപീകൃതമാവുകയും ഇനി വിജയം ഞങ്ങളുടേതായിരിക്കും, അടുത്ത സർക്കാർ ഞങ്ങളുടേതാകും എന്ന് പ്രഖ്യാപിക്കുക സ്വാഭാവികമാണ്. എന്നാൽ അത്തരമൊരു പ്രഖ്യാപനത്തെ പോലും അസഹിഷ്ണുതയോടുകൂടിയാണ് അണ്ണാ DMK കണ്ടത്. അവിടെ അണ്ണാമല എടുത്ത തീരുമാനം അല്ലെങ്കിൽ അണ്ണാ DMKയുമായി സഖ്യം വേണ്ട, ഒറ്റയ്ക്ക് നിന്നാൽ മതി, ദീർഘകാല ലക്ഷ്യങ്ങൾ മതി BJPക്ക് എന്ന ഒരു നിലപാടായിരുന്നു ശരി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അതായത് അണ്ണാ DMK അപ്പോൾ തന്നെ അമിത്ഷായുടെ പ്രസ്താവനയെ എതിർത്തിരുന്നു. 2026 ഉണ്ടാകാൻ പോകുന്നത് AIADMK സർക്കാർ ആയിരിക്കും, അല്ലാതെ മുന്നണി സർക്കാർ ആയിരിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. പക്ഷേ BJP അതിനോട് പ്രതികരിച്ചില്ല. തമിഴ്നാട് രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. DMK മുന്നണി ഉണ്ടാകും, AIADMK മുന്നണി ഉണ്ടാകും. പക്ഷേ സർക്കാർ ഉണ്ടാക്കുമ്പോൾ അതൊന്നുകിൽ DMK സർക്കാർ ആയിരിക്കും, അല്ലെങ്കിൽ AIADMK സർക്കാർ ആയിരിക്കും. ഘടകകക്ഷികൾക്ക് സർക്കാരിൽ യാതൊരുവിധ റോളും നൽകുക തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലില്ല. അത് തന്നെ ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് AIADMK പറഞ്ഞു വെച്ചത്. ഇതിനോട് BJP പ്രതികരിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോഴും NDA മുന്നണി നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. സംസ്ഥാനത്ത് 6 സീറ്റുകളുടെ ഒഴിവാണ് വരുന്നത്. ജൂൺ മാസം 19 രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോഴുള്ള നിയമസഭയിലെ അംഗബലം വെച്ച് 4 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ DMK മുന്നണിക്ക് കഴിയും. നടൻ കമൽഹാസൻ ഉൾപ്പെടെ രാജ്യസഭയിലേക്ക് സീറ്റ് നൽകിക്കൊണ്ട് DMK അവരുടെ സീറ്റ് ഷെയറിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോഴത്തെ AIADMK മുന്നണിയിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകും? ഇപ്പോഴത്തെ നിലയനുസരിച്ച് AIADMK മുന്നണിക്ക് 2 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനാകും. അതിൽ ഒരു സീറ്റ് തീർച്ചയായും AIADMKയിൽ നിന്ന് തന്നെയായിരിക്കും. രണ്ടാമത്തെ സീറ്റ് BJPയിൽ നിന്നായിരിക്കുമോ? കാരണം AIADMK ഒറ്റയ്ക്ക് 2 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയില്ല, 2 വോട്ടുകളുടെ കുറവുണ്ടാകും. അതുകൊണ്ട് തന്നെ BJPക്ക് ആ സീറ്റ് ലഭിക്കുമോ എന്ന ചോദ്യമാണ്. തീർച്ചയായും BJP ആ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്, ഒരു മുന്നണി ഘടകകക്ഷി എന്ന നിലയിൽ. കാരണം അണ്ണാമലയെ തീർച്ചയായും രാജ്യസഭയിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് BJP ഇപ്പോൾ നോക്കുന്നത്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അണ്ണാമലയെ മത്സരിക്കില്ല എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ BJP എടുത്തിരിക്കുന്നത്. 234 MLAമാരിൽ ഒരാളായിരിക്കുന്നതിനു പകരം രാജ്യസഭയിലെത്തുക, അവിടെ നിന്നും കേന്ദ്രമന്ത്രിയായിരിക്കുക, തമിഴ്നാട്ടിൽ നിന്നൊരു MP ആയിരിക്കുക, പിന്നീട് കേന്ദ്രമന്ത്രിയായിരിക്കുക എന്നതാണ് BJP ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് അണ്ണാ DMKയുടെ കടുംപിടുത്തത്തോട് അങ്ങനെ തന്നെ മറുപടി നൽകുകയാണ് BJP. കാരണം അടുത്ത 2026 AIADMK സർക്കാർ ഉണ്ടായില്ല എങ്കിൽ പോലും BJPക്ക് അവിടെ ഒരു ശക്തമായ നേതാവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അതിന് അണ്ണാമലെ 2026 തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇറങ്ങുകയല്ല, മറിച്ച് രാജ്യസഭയിലെത്തി കേന്ദ്രമന്ത്രിയാവുകയായിരിക്കും നല്ലത് എന്ന് BJP കണക്കുകൂട്ടുന്നു. അതിനായി രണ്ടാമത്തെ സീറ്റ് BJP അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും AIADMK പറയുന്നത് 2 സീറ്റുകൾ ഞങ്ങൾക്കുണ്ട്, 2 സീറ്റുകളിലും AIADMK സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കും എന്നാണ്. എന്തായാലും തമിഴ്നാട്ടിൽ NDA മുന്നണി സാങ്കേതികമായി രൂപീകരിച്ചുവെങ്കിലും തീർച്ചയായും അതിനുള്ളിലെ ഐക്യം ഇപ്പോഴും പ്രശ്നമാവുകയാണ്. അണ്ണാ DMK ഇക്കാര്യത്തിൽ കടുംപിടുത്തം തുടരുകയാണ്. അങ്ങനെ കൂടുതൽ കടുംപിടുത്തം തുടർന്നാൽ അണ്ണാ DMKയുടെ അല്ലെങ്കിൽ AIADMKയുടെ വഴിക്ക് വിടാനും കാത്തിരുന്ന് കാണാനുമാണ് BJPയുടെ ശ്രമം. ഇനി ഇപ്പോൾ 2 സീറ്റിലും AIADMK മത്സരിച്ചാലും അണ്ണാമലയെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്നും രാജ്യസഭയിലേക്ക് എത്തിക്കാനും കേന്ദ്രമന്ത്രിയാക്കാനും BJPക്ക് പരിപാടിയുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ BJPയുടെ മുൻഗണന തമിഴ്നാട്ടിൽ നിന്നും അണ്ണാമലയെ MP ആവുക, അതിനുശേഷം കേന്ദ്രമന്ത്രിയാവുക എന്നത് തന്നെയായിരിക്കും. വെബ് ഡെസ്ക്
തത്വമൈ ന്യൂസ്.